നമ്മുടെ പോലീസുകാരന്മാര് ഈ ലോക്കപ്പിൽ നടത്തുന്ന അടിയും ഇടിയും കൊലപാതകവും ഇതെല്ലാം കൂടെ വന്ന് നമ്മുടെ സർക്കാരിനെ കൊണ്ടേ പോകത്തുള്ളൂ എന്നാണ് തോന്നുന്നത്. കുന്നംകുളം സ്റ്റേഷനിൽ ഒരു തല്ല് നടന്നു. ഒരു യൂത്ത് കോൺഗ്രസ് നേതാവ്, അവരുടെ മണ്ഡലം പ്രസിഡന്റ് മറ്റോ, ഒരു VS സുജിത്ത്, അവനെ പോലീസുകാരെ അടിച്ചിഞ്ചപ്പരവുമാക്കുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു കൊടുക്കേണ്ടി വന്നു. അതോടെ എന്തുമാത്രം കേസുകളാ പൊങ്ങി വരുന്നതെന്നറിയാമോ? മലവെള്ളപ്പാച്ചില് പോലെ, അല്ലെങ്കിൽ നിറഞ്ഞു കിടന്ന ഒരു ഡാം തുറന്നു വിടുമ്പോൾ എങ്ങനെയാണോ അതുപോലെയാണ് ഈ ലോക്കപ്പിലെ മർദ്ദനങ്ങളുടെയും തല്ലിന്റെയും കൊലപാതകങ്ങളുടെയും ഒക്കെ കഥ ഇങ്ങനെ പുറത്തോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാറ്റിന്റെയും CCTV ദൃശ്യം ചോദിച്ചിരിക്കുക. അമ്മമാർക്ക് കേസ് കൊടുക്കാനാ, അല്ലെങ്കിൽ ഈ പോലീസുകാരെ കൊടുക്കാനാ, അല്ലെങ്കിൽ സർക്കാരിനെ കുഴപ്പത്തിലാക്കാനാ? ഇനിയും കൂടുതൽ CCTV ദൃശ്യങ്ങൾ പുറത്തോട്ട് വന്നാൽ എന്റെ പടച്ചതമ്പുരാനെ എന്താ സ്ഥിതി എന്നുള്ളത് നമുക്കിപ്പൊ പറയാൻ പറ്റത്തില്ല. ഏറ്റവും അവസാനം വന്ന ദൃശ്യം ഏതാ? പീച്ചി സ്റ്റേഷനില് ഒരു SHO സാറ്, ഒരു രതീഷ് സാറാ, ഒരു ഹോട്ടലിന്റെ മാനേജർ കിട്ടിയിരിക്കുന്ന ഇടി കണ്ടാല് നമ്മൾ തന്നെ നടുങ്ങിപ്പോവും. അതുപോലുള്ള ഇടിയല്ലയോ കുന്നംകുളത്ത് സുജിത്തിനും കൊടുത്തത്? കുനിച്ചു നിർത്തി അങ്ങ് പെരുമാറുകയല്ലയോ? ഇതുവല്ലം കണ്ട പെറ്റ തള്ളമാര് സഹിക്കുമോ? ഇത് മുഴുവൻ ഇപ്പൊ നാട്ടുകാരുടെ മുമ്പിലേക്ക് വന്നിരിക്കുക. അതാ പറഞ്ഞത്, ഈ ലോക്കപ്പ് കേസുകളെല്ലാം കൂടെ ചേർന്ന് ഈ സർക്കാരിനെ കൊണ്ടുപോകുമെന്നാ തോന്നുന്നത്. ഇന്നത്തെ മലയാള മനോരമ പത്രം ഒന്ന് നോക്കി. അതിന്റെ ഈ രണ്ടാമത്തെ പ്രധാനപ്പെട്ട വാർത്താ പേജ്, അതായത് ഈ എഡിറ്റോറിയൽ പേജിന്റെ ഓപ്പോസിറ്റ് ഉള്ള പേജ്, അതിൽ നിറയെ ലോക്കപ്പ് മർദ്ദനത്തെ കുറിച്ചുള്ള കഥകളാ. ഈ മനോരമ എന്ന് പറയുന്നത് CPM-നെതിരായിട്ട് നിൽക്കുന്ന ഒരു പത്രമാണെന്നാണ് നമ്മുടെ സ്റ്റഡി ക്ലാസ്സുകളിലൊക്കെ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. അത് ശരിയാണോ തെറ്റാണോ എന്നൊന്നും നമുക്കറിഞ്ഞുകൂടാ. നമ്മൾ പാർട്ടിക്കാർ ഭൂരിപക്ഷം പേര് വായിക്കുന്നത് അല്ലെ വാങ്ങുന്നത് ഈ പത്രമാണ്. കാരണം നമ്മുടെ പാർട്ടിയിലെ അകത്തെ കഥകളൊക്കെ ഈ പത്രത്തിലും മാതൃഭൂമിയിലും ഒക്കെ നന്നായിട്ട് വരുന്നത്. ദേശാഭിമാനിയൊന്നും കൊടുക്കുകയല്ലോ നമ്മുടെ പാർട്ടിക്കുള്ളിലെ പ്രശ്നങ്ങൾ. അത് മനോരമയിലും മാതൃഭൂമിയിലുമാണ് വരുന്നത്. അപ്പൊ നമ്മളേതാ ആ പത്രങ്ങൾ വായിക്കും. എന്ന് പറഞ്ഞതുപോലെ മനോരമ പാർട്ടി വിരുദ്ധനാണെന്നാ പറയുന്നത്. കാര്യം എന്താണെങ്കിലും ഇന്നത്തെ 9-ാം പേജ് മുഴുവൻ ലോക്കപ്പ് മർദ്ദനത്തിന്റെ കേസുകളാ, ഒന്നിനു പുറകെ ഒന്നായിട്ട്. കുന്നംകുളം മുതൽ ഇങ്ങോട്ട് ഓരോരോ സ്റ്റേഷനുകളിലെ കഥ അവരെങ്ങനെ അങ്ങ് വിവരിച്ചിരിക്കുക. ഓച്ചിറ പോലീസ് സ്റ്റേഷനില് റവന്യൂ വകുപ്പിലെ ഒരു ഉദ്യോഗസ്ഥന് അതിൽ 1-ാം ക്ലാസ് ഇടി കിട്ടി. പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടിയെ കാണാനില്ല എന്നും പറഞ്ഞ് പോലീസ് സ്റ്റേഷനില് പരാതി കൊടുക്കാൻ പോയതാ. കാണാതായ പെൺപിള്ളേരെയൊക്കെ അന്വേഷിച്ച് നടക്കുന്നതാ പോലീസുകാരന്റെ ജോലി എന്ന ഈ റവന്യൂ ഉദ്യോഗസ്ഥൻ മനസ്സിലാക്കിയത്. അവനിട്ട് കൊടുത്തു, നല്ല പൊരിഞ്ഞ ഇടി തന്നെ കൊടുത്തു. പെരുമ്പടപ്പ് സ്റ്റേഷനെ കുറിച്ചുള്ള പരാതി CPM-കാരുമുണ്ട്, യൂത്ത് കോൺഗ്രസ്സുകാരുമുണ്ട്. രണ്ടു കൂട്ടർക്കും അവിടെ ഫേഷെ തല്ല് കിട്ടിയിട്ടുണ്ട്. കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷനിലെ ഒരു അർബുദ രോഗി, ഈ RECയിൽ ചികിത്സിച്ചുകൊണ്ടിരുന്ന ഒരാളാ, അയാൾ കിട്ടുന്ന 1-ാം തരം തല്ല് പോലീസ് വെച്ചു കൊടുത്തു. അർബുദ രോഗിയാണെന്നൊക്കെ പറഞ്ഞു നോക്കി, അവര് മൈൻഡ് ചെയ്തേയില്ല. പോലീസ് അടി കൊടുക്കുമ്പോഴേ എന്തോന്ന് അർബുദ രോഗം അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക്, അതൊന്നും അപ്പൊ നോക്കാനുള്ള സമയവും സാവകാശവും ഒന്നും കിട്ടത്തില്ല. ഇടി തുടങ്ങിയാൽ പിന്നെ ഇടി തന്നെയാണ്. തൊടുപുഴയിലെ ഒരു യൂത്ത് കോൺഗ്രസ് നേതാവിനെ പോലീസ് ലാത്തി കൊണ്ട് തല്ലി അയാളെ ഒരു കണ്ണങ്ങ് പോയി, ഒരു കണ്ണില്ലാതായി പോയി, കാഴ്ചയങ്ങ് നശിച്ചുപോയി. ഒരു DYSP മധുബാബുവിനെതിരെ 3 ജില്ലകളിൽ കേസാണ്. 1-2 3 ജില്ലകളിൽ അങ്ങനെ ചെന്നിടത്തെല്ലാം അടിയും തല്ലും സംബന്ധിച്ച അല്ലെങ്കിൽ ലോക്കപ്പ് മർദ്ദനം സംബന്ധിച്ച കേസുകളാണ്. വലപ്പാട് സ്റ്റേഷനിലെ പരാതിയും കൂടി എന്ന ഒരു ഭർത്താവിന് തല്ലും കിട്ടി, ഭാര്യയ്ക്ക് നല്ല തെറിയഭിഷേകവും ലഭിച്ചു. അങ്ങനെ എപ്പോഴെപ്പോഴും പരാതിയുമായിട്ട് കയറി ചെല്ലാൻ പറ്റുന്ന സ്ഥലമാണോ നമ്മുടെ പോലീസ് സ്റ്റേഷൻ? നാട്ടുകാരൊക്കെ എന്തോ ധരിച്ചു വെച്ചിരിക്കുന്നത്. കടുത്തുരുത്തിയിലെ ഒരു സ്വർണ്ണ വ്യാപാരി കസ്റ്റഡി വെച്ച് മരിച്ചുപോയി, വിഷമകത്തി എന്നാ. പക്ഷെ അവര് പറയുന്നത്, അല്ലെ അവരുടെ ബന്ധുക്കൾ പറയുന്നത്, അദ്ദേഹം വിഷം കഴിക്കത്തില്ലെന്നാ. ഇപ്പൊ ഈ CCTV ദൃശ്യങ്ങൾക്ക് വേണ്ടി അവരാവശ്യപ്പെട്ടിരിക്കുക. ഇതൊക്കെ പുറത്തു വന്നാല് എന്തൊക്കെയാ സംഭവിക്കുക? ഇനി 5-6 മാസം എങ്ങനെയും തള്ളി നീക്കണം. തെരഞ്ഞെടുപ്പ് കഴിയുന്നവരെ എന്തൊക്കെ ഇനി ഉണ്ടാകാൻ പോകുന്നത്, എന്തൊക്കെ പുകിലുകൾ ആലോചിക്കുമ്പോണ്ടല്ലോ ഈ നെഞ്ചിന്റെ അകത്ത് ഒരു വെട്ടല. ഈ പിണറായി വിജയന്റെ 2 സർക്കാരുകള്, 2 ഗവൺമെന്റുകൾ തുടർ ഭരണം കിട്ടിയല്ലോ. ആ സമയത്ത് കേരളത്തിലെ ലോക്കപ്പുകളില് മൊത്തം 17 പേരെ പോലീസുകാരെ കശാപ്പ് ചെയ്തെന്ന ഔദ്യോഗിക രേഖകളിൽ തന്നെ ഉള്ളത്. സർക്കാർ തന്നെ പറയുന്ന കേസാ. 17 പേര് ലോക്കപ്പിൽ മരിച്ചു വീണത്രേ. ആലോചിച്ച് നോക്കണം. രാജൻ കേസിന്റെ പേരിൽ ഇപ്പോഴും രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുന്നവർ. അടിയന്തരാവസ്ഥ കാലത്ത് രാജൻ എന്ന് പറയുന്നൊരു വിദ്യാർത്ഥി പോലീസ് മർദ്ദനത്തിൽ മരിച്ചല്ലോ, കക്കയം ക്യാമ്പിൽ വെച്ച്. അതിന്റെ പേരിൽ ഇപ്പോഴും മുതലെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നവരാ ഈ CPM-കാര്. അവര് ഭരിക്കുമ്പോഴാണ് ഈ 2 ഗവൺമെന്റിന്റെ കാലത്തായിട്ട് 17 പേരെ ലോക്കപ്പിൽ വെച്ച് ഫിനിഷ് ചെയ്തത്.
ഇനി ഇതൊക്കെ വെച്ചോണ്ട് ഈ UDF-കാരന്മാര്, കോൺഗ്രസ്സുകാര് എന്തൊക്കെ പുകിലുകളായിരിക്കും ഈ രാജ്യത്ത് ഉണ്ടാക്കുക എന്നുള്ളത് ആലോചിക്കാൻ പോലും കഴിയുന്നില്ല. 15-ാം തീയതി ആണെങ്കിൽ നിയമസഭ തുടങ്ങുക. അവന്മാർ ഈ നിയമസഭ കീഴ്മേലും മറിക്കുമെന്നാ തോന്നുന്നത്. കാരണം ഒന്നാം തരം വിഷയമല്ലയോ കിട്ടിയിരിക്കുന്നത്. അവരിത് ഉപയോഗിക്കാതിരിക്കുമോ? സത്യം പറഞ്ഞാൽ അവർ ഇത്രയൊക്കെ ചെയ്യുന്നുള്ളല്ലോ എന്ന് ആശ്വസിക്കുന്നവരാ ഞങ്ങളുടെ സഖാക്കളിൽ ഭൂരിപക്ഷവും. ഈ വിഷയം ഞങ്ങളുടെ കയ്യിലെങ്ങാനും കിട്ടിയിരുന്നെങ്കിൽ ഞങ്ങൾ ഈ ഓണക്കാലത്തുണ്ടല്ലോ ഈ രാജ്യം തീ പിടിപ്പിച്ചേനെ. അതാ ഞങ്ങളുടെ പാർട്ടി. കോൺഗ്രസ്സുകാരെ കൊണ്ട് അത്രയൊന്നും പറ്റത്തില്ല. അവർ കുറേയൊക്കെ മാന്യന്മാരാ കേട്ടോ. കാര്യം എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് അവരോട് ശത്രുതയ്ക്കുണ്ടെങ്കിലും ഇത്തരം കാര്യങ്ങളിൽ അവർക്കൊരു നിയന്ത്രണമൊക്കെ ഉണ്ട്. എന്നാൽ പോലും ഇപ്പൊ തെരഞ്ഞെടുപ്പൊക്കെ അടുത്ത് നിൽക്കുമ്പോൾ ഇവന്മാരിതിനെ കത്തിക്കും കേട്ടോ. നമ്മൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ കേസ് വന്നപ്പോൾ ഒന്ന് പിടിക്കാമെന്ന് കരുതിയതാ. അതിനുവേണ്ട എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിരുന്നതാ. അങ്ങനെ അല്ലയോ ഞങ്ങള് ചെറുക്കനെ ട്രാപ്പ് ചെയ്തത്. ഇപ്പൊ ദാണ്ട് പോലീസ് ഈ പരാതിക്കാരിയെ തപ്പി നടക്കുക. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടിയുടെ മൊഴി കിട്ടിയെങ്കിൽ കൊള്ളായിരുന്നു എന്ന് പറഞ്ഞ് പോലീസ് നടക്കുക. ആ കേസാണ്ട് കയ്യിൽ നിന്ന് പോയ പോലെ അയാൾ നിയമസഭയിലും കാണാൻ വന്നാല് അവിടെ കൊടുങ്കാറ്റാവണമെന്ന് തീരുമാനിച്ചിരുന്നതാ. ഇപ്പൊ പക്ഷെ അതൊന്നും ഏക്കവും തോന്നുന്നില്ല. അതിനേക്കാൾ മുകളിൽ കയറി നിൽക്കുകയാണ് ഈ ലോക്കപ്പ് ഭരണങ്ങളും ലോക്കപ്പിലെ മർദ്ദനങ്ങളും. പക്ഷെ ഇത്രയൊക്കെ ആയിട്ടും ഞങ്ങളുടെ മുഖ്യൻ ഇതിനെക്കുറിച്ച് കമാന്നൊരക്ഷരം മിണ്ടുന്നില്ലല്ലോ എന്ന ഞങ്ങളുടെയൊക്കെ സംശയം. സാധാരണ അതിൽ പ്രതിപക്ഷം അത് ഉയർത്തിപ്പിടിച്ചോണ്ട് വരുന്നത് നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. ഞങ്ങളുടെ സഹാക്കളുടെ ഇടയിലും ആളുകൾ അത് പറഞ്ഞു തുടങ്ങിയെന്നേ. എന്താ നമ്മുടെ മുഖ്യൻ ഒന്നും മിണ്ടുന്നില്ലല്ലോ? ഇത്രയും ആക്ഷേപങ്ങൾ ഉണ്ടായിട്ട് ഈ പോലീസ് എന്ന് പറഞ്ഞുകൊണ്ടല്ലോ ഒരു ഇരുതല വാള് പോരാ. ചിലപ്പോൾ നല്ലതാണെന്ന് തോന്നും, ഗുണകരമാണെന്ന് തോന്നും, ചിലപ്പോൾ വലിയ അപകടമാണ്. ഇതിനെ കൈകാര്യം ചെയ്തില്ലെങ്കിൽ എങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റും? മുഖ്യനാണെങ്കിൽ മിണ്ടുന്നുമില്ല. ഇത് സംബന്ധിച്ച് എല്ലാ വിവരങ്ങളും അദ്ദേഹത്തിന്റെ ഫിംഗർ ടിപ്സിലുണ്ട്. ഇന്റലിജൻസ് ഒക്കെ അദ്ദേഹത്തിന്റെ കയ്യിലല്ലയോ ഇരിക്കുന്നത്. അപ്പൊ എല്ലാ ഇൻഫർമേഷൻസും അദ്ദേഹത്തിന്റെ അടുത്തോട്ടല്ലയോ വരുന്നത്. പക്ഷെ അദ്ദേഹം മിണ്ടുന്നേ ഇല്ല. സാധാരണഗതിയിൽ ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ അദ്ദേഹം ഒരു ഈറ്റപ്പുലിയെ പോലെ അങ്ങോട്ട് ചാടി വരുന്നതാ. പക്ഷെ ഇപ്പൊ അങ്ങോട്ട് മിണ്ടുന്നില്ല. എന്താ കാര്യമെന്ന് മനസ്സിലാക്കാനും പറ്റുന്നില്ല. ഇത് നമ്മുടെ മുഖ്യന്റെ ഒരു സ്റ്റൈലാകട്ടോ. എത്ര വലിയ കോലാഹലങ്ങളോ കൊടുങ്കാറ്റുകളോ വന്നാലും മിണ്ടണ്ടങ്ങിരിക്കും. അനങ്ങാപ്പാറ നയം അങ്ങ് സ്വീകരിക്കും. ചില കാര്യങ്ങളിലൊക്കെ അത് ഏക്കും. പക്ഷെ എല്ലാ കാര്യങ്ങളിലും അത് ഗുണകരമാകുമോ, അത് പ്രയോജനപ്പെടുമോ എന്നുള്ളത് ഒന്ന് ആലോചിക്കേണ്ടതല്ലയോ? നമ്മൾ ഈ പറയുന്നതിന്റെ കാരണമേ 5-6 മാസം കഴിഞ്ഞാൽ പിന്നെ തെരഞ്ഞെടുപ്പാ. ഈ 6-7 മാസം പടപടാതെ അങ്ങ് പോകും. കാറ്റടിച്ച് പോകുന്ന പോലെ അങ്ങ് പോവുകയില്ലയോ? അതിനകത്ത് കാര്യങ്ങളൊക്കെ ഒരു വഴിക്ക് എത്തിക്കണ്ടായോ? ഒന്നും നടക്കുന്നില്ലെന്നേ. പരാതി മാത്രം ബാക്കിയായിട്ട് നിൽക്കുക, ആക്ഷൻ ഉണ്ടാകുന്നില്ല. അതാണ് സഖാക്കളുടെ മനസ്സിലെ പേടി എന്ന് പറയുന്നത്. വേണമെങ്കിൽ ഓണത്തിന്റെ തിരക്കായിരുന്നു എന്നൊക്കെ പറയാം. ഓണം ആഘോഷിക്കണമല്ലോ, അതാണല്ലോ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സാധാരണയിൽ കവിഞ്ഞേ ഇത്തവണ വലിയ മെഗാ ഡ്രോൺ മേളയൊക്കെ ഉണ്ടായിരുന്നു. 1000 ഡ്രോണുകൾ നമ്മുടെ ഈ തിരുവനന്തപുരത്ത് യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിന്റെ അന്തരീക്ഷത്തിൽ ആകാശത്ത് 250 അടി മുകളിലും. എന്തൊക്കെ അത്ഭുതങ്ങളാവന്മാര് ഡ്രോൺ കൊണ്ട് തെളിയിച്ചത്. പക്ഷെ നമ്മളെയൊക്കെ കോടമേറെ കൊള്ളിച്ച് എന്താണെന്നറിയോ? അവസാനം നമ്മുടെ മുഖ്യൻ പിണറായി വിജയൻ സഖാവ് അങ്ങനെ ആകാശത്ത് വന്ന് നിന്നിട്ട് കേരളത്തിലെ മുഴുവൻ ആളുകൾക്കും ഓണാശംസകൾ നേരുന്ന അഭിമാനകരമായ നയന മനോഹരമായ കാഴ്ച. ഗംഭീര ഷോ ആയിരുന്നു കേട്ടോ ഇത്തവണത്തെ ഈ ഡ്രോൺ ഷോ. ഇതിന്റെയൊക്കെ ഇടയ്ക്ക് ഇവിടെ ഈ ലോക്കപ്പ് മർദ്ദനത്തെ കുറിച്ചൊക്കെ ആലോചിക്കാനും ചിന്തിക്കാനും രണ്ടു വാക്ക് പറയാനും പിണറായി വിജയൻ സഖാവിന് സമയം കിട്ടി കാണത്തില്ല. എടാ സതീശൻ അതും ഇതും പറഞ്ഞുകൊണ്ട് നടക്കുന്നവനാണോ? അങ്ങർക്ക് വേറെ എന്തെങ്കിലും ജോലിയുണ്ടോ? അങ്ങേർക്ക് ഇവിടെയൊക്കെ ധർണ ഉദ്ഘാടനം ചെയ്യാം, സമരത്തിനും പ്രക്ഷോഭത്തിനും നേതൃത്വം കൊടുക്കാം, പത്രസമ്മേളനം നടത്താം. അതുപോലാണോ നമ്മുടെ മുഖ്യമന്ത്രി? ഒരു ഓണാഘോഷം നടത്തുക എന്ന് പറഞ്ഞാൽ തന്നെ എന്ത് ബുദ്ധിമുട്ടുള്ള കാര്യമാ. ഇവിടുന്ന് ഈ ഡ്രോൺ കണ്ട് സന്തോഷിച്ച് പാലക്കാട്ടോട്ട് ചെന്നപ്പം അവിടുത്തെ സ്ഥിതി എന്തുവാ? അവിടെ നമ്മുടെ വ്യവസായ സ്മാർട്ട് സിറ്റി അതിന്റെ വികസന സാധ്യതകളെ കുറിച്ച് ആലോചിക്കാൻ വലിയൊരു കോൺക്ലേവ് നടത്തിയായിരുന്നു. ഇപ്പൊ ഈ കോൺക്ലേവിന്റെ കാലമാണ്. എല്ലാറ്റിന്റെ കാര്യത്തിൽ കോൺക്ലേവ് നടത്തിയാൽ മതി. പകുതി കാര്യം വിജയിച്ചു. പത്രത്തിൽ നമ്മൾ ഒരു വലിയ പരസ്യം കൊടുക്കും. ഈ പരസ്യമൊക്കെ കിട്ടിയ പത്രങ്ങളും ചാനലുകളും ഒക്കെ അതിനെക്കുറിച്ച് ധാരാളം വാർത്തകൾ കൊടുക്കും. കോൺക്ലേവ്, മറ്റേ കോൺക്ലേവ്, വ്യവസായ കോൺക്ലേവ്, മെഡിക്കൽ കോൺക്ലേവ്, അങ്ങനെ കോൺക്ലേവുകളുടെ ഒരു കാലമാണ്. അങ്ങനെ നമ്മൾ ഈ പാലക്കാട്ടെ ഈ ഇൻഡസ്ട്രിയൽ സ്മാർട്ട് സിറ്റി അതിന്റെ വികസനം അതിനെക്കുറിച്ച് കോൺക്ലേവ് നടത്താൻ ചെന്നതാ. ഈ ഡ്രോണും ഒക്കെ കണ്ട് സന്തോഷത്തിൽ അങ്ങോട്ട് ചെന്ന അവിടെ ചെന്നപ്പോഴത്തെ സ്ഥിതി എന്താ? ആട് കിടന്നിടത്തൊരു പൂട പോലും ഇല്ല എന്നുള്ളൊരു അവസ്ഥയാ. സദസ്സിൽ ആരുമില്ലെന്നേ. മഹാശുഷ്കം. ഈ ഓണത്തിനിടയ്ക്ക് ആർക്കാ ഈ കോൺക്ലേവിലൊക്കെ വന്ന് സംബന്ധിക്കാൻ സമയമുള്ളത്? പക്ഷെ ചെല്ലുന്നതാരാ? നമ്മുടെ മുഖ്യനല്ലയോ, കാരണഭൂതമല്ലയോ? നമ്മളെന്തോ പറഞ്ഞു അദ്ദേഹത്തിന് ഇരട്ട ചങ്കുണ്ടെന്നാ. അത് മാത്രമാണോ? ചെങ്കൊടിക്ക് കാവലാളായിട്ട് നിൽക്കുന്ന ഒരാളാ, ചെങ്കനൽ പോലൊരാളാ.
അതേപോലെ ഒരാള് പാലക്കാട് ചെല്ലുമ്പോൾ പഴയ വിപ്ലവഭൂമിയാ, ഇപ്പൊ വിപ്ലവഭൂമി എന്നൊന്നും പറയാൻ ഒരു കാര്യവുമില്ല. അവിടെങ്ങും പാർട്ടിയൊന്നും കാര്യമായിട്ടൊന്നും ഇല്ലെന്നേ. അവിടെയൊക്കെ BJP ഒക്കെ 2ാം സ്ഥാനത്തേക്ക് അങ്ങ് വന്നു, പാലക്കാടൊക്കെ. അതല്ലയോ അവിടുത്തെ അവസ്ഥ. അവിടോട്ട് ചെല്ലുമ്പോൾ, മുഖ്യമന്ത്രി ചെല്ലുമ്പോൾ 4 പേരവിടെ അദ്ദേഹത്തിന്റെ പ്രസംഗം കേൾക്കാൻ വേണ്ടായോ? മന്ത്രിമാരൊക്കെ ഉണ്ടായിരുന്നു. രാജീവ് ഉണ്ടായിരുന്നു, അദ്ദേഹം വലിയ വ്യവസായത്തിന്റെ ആള്. പിന്നെ നാട്ടിൽ നിന്നുള്ള മന്ത്രി MP രാജേഷ്. പക്ഷെ അന്നേരം ഒരു ചെറിയ കല്ലുകടി ഉണ്ടായി. നമ്മുടെ കൃഷ്ണൻകുട്ടി ചേട്ടനെ വിളിച്ചില്ല. നമ്മുടെ പാർട്ടി അല്ല, എന്നാലും മുന്നണിയല്ലയോ. ജനതാദൾ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഒരു അംഗീകാരം കൊടുക്കണ്ടായോ? അദ്ദേഹത്തെ വിളിച്ചില്ല. എന്താണെങ്കിലും അവിടെ ആളും പേരും ഒന്നും ഉണ്ടായിരുന്നില്ല. മുഖ്യമന്ത്രിക്ക് കലശലായ ദേഷ്യം വന്നു. പക്ഷേ പതിവ് പോലെ നിലവിട്ടൊന്നും പറഞ്ഞില്ല. അത്രയും നന്നായി. പലതും പറയേണ്ടതാ, പക്ഷെ ഞാനൊന്നും പറയുന്നില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം വിരമിച്ചു. ഇതിന്റെയൊക്കെ തിരക്കില് ഈ ലോക്കപ്പ് മർദ്ദനത്തെ കുറിച്ചൊക്കെ ചർച്ച ചെയ്യാനും സംസാരിക്കാനും ഒന്നും സമയം കിട്ടുന്നില്ല എന്നുള്ളതായിരിക്കും സഖാവിന് സംഭവിച്ചതെന്നാ ഞങ്ങളെപ്പോലുള്ള സഖാക്കൾക്ക് തോന്നുന്നത്. പക്ഷെ നേരത്തെ പറഞ്ഞ ഈ പോലീസ് ഒരു ഇരുതല വാളാ. ചിലപ്പം നമുക്ക് സൗകര്യമാണ്, എതിരാളികൾക്കിട്ട് നല്ല പട കൊടുക്കാൻ പറ്റും. യൂത്ത് കോൺഗ്രസുകാരുടെയും കോൺഗ്രസുകാരുടെയും തലമുണ്ടയ്ക്ക് ചെടിച്ചട്ടി കൊണ്ടും കല്ലുകൊണ്ടും കുറുപടി കൊണ്ടും ഒക്കെ നല്ല താങ്ങാൻ രക്ഷാപ്രവർത്തനം നടത്താൻ പറ്റിയ സമയമാണ്. അതിനൊക്കെ അവരെ ഉപയോഗിക്കാം. പക്ഷെ ചിലപ്പോൾ കൈവിട്ടു പോകും. ഈ പോലീസിനോട് പണ്ടേ ജനങ്ങൾക്കൊരു അകൽച്ചയാ, പേടിയാ. നമ്മൾ ഈ ജനമൈത്രി പോലീസ് എന്നൊക്കെ പറഞ്ഞാലും ഇപ്പോഴത്തെ പോലീസിന്റെ കഥകൾ പുറത്തു വരുമ്പോൾ ജനങ്ങളെ മെതിച്ചൊതുക്കുന്ന പോലീസായിട്ടാണ് എല്ലാവരും കരുതി വെച്ചിരിക്കുന്നത്. പേടിയാ. ഈ പോലീസുകാരന്മാരെ കുറിച്ച് എന്തെങ്കിലും പരാതി വരുന്ന കേൾക്കാൻ അവർക്ക് സന്തോഷമാണ്. അതൊക്കെ തെരഞ്ഞെടുപ്പിൽ നമ്മളെ ബാധിക്കുന്നേ. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന പോലീസാണ് നമ്മുടെ എന്ന് പറഞ്ഞാല് ജനങ്ങളിനി വോട്ട് ചെയ്യത്തില്ല. പിന്നെ ഈ 5 വർഷം കൂടെ ഈ പോലീസിനെ മെതി കൊള്ളാനും തൊഴിൽ വാങ്ങിച്ചു കെട്ടാനും ആരാ തയ്യാറാവുക? അപ്പൊ അവർ വോട്ട് ചെയ്യത്തില്ലെന്നേ. അതുകൊണ്ട് ഈ പോലീസിന്റെ കാര്യത്തിൽ ഒരു ശ്രദ്ധ വേണ്ടതാണ്. ചില കാര്യങ്ങളിലൊക്കെ പറഞ്ഞല്ലോ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമെങ്കിലും എല്ലാറ്റിലും അങ്ങോട്ട് 100% വിശ്വസിക്കരുത്. ചിലപ്പോൾ ഉണ്ടല്ലോ ഒരു തെരഞ്ഞെടുപ്പ് തോപ്പിക്കാൻ ഒരു പോലീസ് സംഭവം മതി. നമ്മുടെ തങ്കമണി, അതുപോലെ രാജൻ കേസ്, നേരത്തെ പറഞ്ഞില്ലേ അടിയന്തരാവസ്ഥ കാലത്ത് രാജൻ എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥിയെ കക്കയം ക്യാമ്പില് ഇത്തരം സംഭവങ്ങൾ മതി. ചിലപ്പോൾ ഉണ്ടല്ലോ ഒരു തെരഞ്ഞെടുപ്പ് പോലും കീഴ്മേല് മറിഞ്ഞു പോകും. കൂത്തുപറമ്പൊക്കെ നമ്മൾ നന്നായിട്ട് ഉപയോഗിച്ചതല്ലേ. ഇതിപ്പോ UDF-കാരും കോൺഗ്രസ്സുകാരും ഉപയോഗിക്കത്തില്ല എന്ന് പറയാൻ പറ്റുമോ? പക്ഷെ എന്താണോ മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ ഒരു മെല്ലപ്പോക്ക് നയമാ കാണുന്നത്. സാധാരണ ചിലപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു അടവായിട്ട് ഇത് എടുക്കാറുണ്ട്. പക്ഷെ ചിലപ്പോൾ ചെറിയ ചില്ലറ സംശയം തോന്നുന്നത് എന്താണെന്ന് വെച്ചാലേ, നമ്മുടെ ഈ ഓട്ട മത്സരമൊക്കെ നടക്കുമ്പോൾ നമ്മുടെ എതിരാളി വളരെ വളരെ മുമ്പിലാണെങ്കിൽ, നമ്മുടെ ഏറ്റവും പുറകിലാണെങ്കിൽ നമ്മുടെ ഉത്സാഹം ഒന്ന് കുറയും. ചിലപ്പം വേഗത അല്പം താഴോട്ട് പോകും. അതുകൊണ്ടും നമ്മുടെ പിണറായി സഖാവിനെ ബാധിച്ചിട്ടുണ്ടോ എന്നൊരു ചെറിയ സംശയം ഇല്ലാതില്ല.